നാളെ ഫെബ്രുവരി 14 ലോകമെമ്പാടും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ദിവസമാണ് അല്ലേ? കേരളത്തിലെ യുവാക്കളും യുവതികളൊക്കെ ഈ നാളെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. യുവതിയുവാക്കൾ മാത്രമല്ല, ഒരുപാട് ഷുഗർ ഡാഡീസും ഒക്കെ കാത്തിരിക്കുന്ന ദിവസമാണ്. വാലന്റൈൻസ് ഡേ എന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ദിവസം ഡേറ്റിങ്ങിനായിട്ടൊരു ദിവസമാക്കി മാറ്റിയിരിക്കുകയാണ് പുതിയ കാലഘട്ടം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും നാളെ ആഘോഷിക്കാൻ പോകുന്നതിന് മുമ്പ് പുരുഷന്മാർ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നാളെ മാത്രമല്ല, ഒരുപാട് ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് നാളുകളിലേക്ക് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റുകയുള്ളൂ, ലസ്റ്റ് പ്രകടിപ്പിക്കുവാൻ നമ്മൾ ബഹുക്കേമന്മാരാണ്. ലസ്റ്റ് എന്ന് പറഞ്ഞൊരു വികാരം നമുക്ക് കുറച്ച് കൂടുതലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എക്സ്പ്രസ് ചെയ്യുവാനായിട്ട്. ആരെങ്കിലും എവിടെ നിന്ന് എന്തെങ്കിലും ഒരു കൈക്കറി കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ചാടി അതിലേക്ക് തലയിട്ട് ആ വള്ളിക്കെട്ട് എടുക്കുവാൻ മിടുക്കന്മാരാണ്. പുരുഷന്മാരിലേറെയും വളരെ കുറച്ച് ആൾക്കാർ ഇതിലൊന്നും പെടാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ വള്ളിക്കെട്ട് പിടിച്ചാലും രസകരമായിട്ട് സ്കൂട്ട് ചെയ്യാൻ മിടുക്കന്മാരായ പുരുഷന്മാരുമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ലൈഫ് സുഗമമായിട്ട് മുന്നോട്ട് പോകും. പൊതുവേ പുരുഷന്മാർക്കൊരു തോന്നലുണ്ട്, ഞാൻ വിചാരിച്ചാൽ ഏത് പെൺകുട്ടിയും എൻ്റെ പരിധിയിലേക്ക് വരും, അവളെ ട്യൂൺ ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ള. അതിനായിട്ട് ചില ആൾക്കാരെങ്കിലും അവരുടെ മസിൽ, അവരുടെ സംഭാഷണ രീതിയൊക്കെ പ്രയോഗിക്കാറുണ്ട്. അല്പമെങ്കിലും ബുദ്ധിയിൽ അല്പം കുറവുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ശരീരഭാഗങ്ങളൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് സ്ത്രീകളെ ആകർഷിക്കുവാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ, അല്ലെങ്കിൽ അവരെ വളരെ എന്താണ് പറയുക, മോശമായ രീതിയിലുള്ള സംഭാഷണ രീതിയിലൂടെയൊക്കെ സ്ത്രീകളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. വളരെ മണ്ടത്തരമായൊരു കാര്യമാണ്. ഒരു പെൺകുട്ടികളും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് വശമവതയാകുകയില്ല. അവരോട് മോശമായിട്ട് പെരുമാറുന്നതുകൊണ്ടോ, നിങ്ങളുടെ മസിൽ ബോഡി കാണിക്കുന്നത് കൊണ്ടോ, നിങ്ങളുടെ ചില സംതിങ് സ്പെഷ്യൽ സാധനങ്ങൾ കാണിക്കുന്നതുകൊണ്ടോ ഒരു സ്ത്രീയും നിങ്ങളുടെ പിന്നാലെ വരികയില്ലെന്ന് മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് അവർക്കുള്ള നല്ല ചിന്ത തന്നെ മാറുകയും ചെയ്യും. അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല, ശല്യം കൂടിക്കഴിഞ്ഞാൽ ഔട്ട്റേജിങ്, മോഡസ്റ്റി തുടങ്ങിയ ഒരുപാട് വകുപ്പുകൾ അവർക്കുണ്ട്. സെക്ഷൻ 74 BNS ഇത് പ്രകാരമൊക്കെ ശിഷ്ടകാലം തിന്നേണ്ടി വരുമെന്ന് ഓർത്തിരിക്കുക. അതിപ്പോൾ നേരിട്ട് തന്നെ കാണിക്കണമെന്ന് നിർബന്ധമില്ല. സോഷ്യൽ മീഡിയയിൽ കൂടെയോ വീഡിയോ കോളിൽ കൂടെയൊക്കെയോ അത്തരത്തിൽ നിങ്ങളുടെ ശരീരഭാഗങ്ങളോ ഏതെങ്കിലുമൊക്കെ കാണിച്ച് സ്ത്രീയെ വശീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അത് മോശമാകുകയും ചെയ്യും. പണ്ടത്തെ ഏതൊക്കെയോ സിനിമകളിൽ ജയൻ നിന്നിട്ട് കുതിരയെ കുളിപ്പിക്കുന്ന കണ്ട നായിക വശമതയായെന്നൊക്കെ തോന്നുന്ന സിനിമകളിൽ മാത്രമാണ്. അല്ലാണ്ട് നിത്യജീവിതത്തിൽ സാധാരണ ഒരു പെൺകുട്ടികളും അത്തരത്തിലുള്ള ഈ പറഞ്ഞ ഒരു പെർവേർട്ടഡ് കാര്യങ്ങളോട് പ്രതികരിക്കുകയില്ല. അവർക്കത് ഇഷ്ടവുമല്ല. ചിലപ്പോൾ അതിൽ 100-ലോ അല്ലെങ്കിൽ 10,000-ലോ ലക്ഷത്തിലോ 1-2 പേർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് സാധാരണ പെൺകുട്ടികൾ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ, ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ, അല്ലെങ്കിൽ സംഭാഷണ രീതികളിലൂടെ, ശരീരം ഭാഗം കാണിക്കുന്നതിലൂടെ ഒരു പെൺകുട്ടിയെ സ്വാധീനിക്കാമെന്ന് കാണിച്ചാൽ അത് ഒഫൻസാണെന്ന് ഓർത്തിരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ചെറിയ രോഗാവസ്ഥ ഉണ്ടെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണുന്നതും നന്നായിരിക്കും. പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് പുരുഷന്മാർക്കെതിരെയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞു പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞു പീഡിപ്പിച്ചു, അങ്ങനെ കുറേ തരത്തിലുള്ള പീഡന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കാം ഇത്തരത്തിലുള്ള കഥകൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷൻ വളരെ വരം കൊടുക്കാൻ മിടുക്കന്മാരാണ്. അപ്പോൾ തന്നെ അങ്ങോട്ട് വരം കൊടുക്കുകയാണ്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, നിനക്ക് ഞാൻ നല്ലൊരു ജോലി തരാം, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ നിനക്ക് നല്ലൊരു ജോലി തരാം, നിന്നെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാം, എൻ്റെ ഷോർട്ട് മൂവിയിൽ അഭിനയിപ്പിക്കാം, അല്ലെങ്കിൽ ഇന്ന ആളുടെ സിനിമയിൽ ഞാൻ ഒരു ചാൻസ് മേടിച്ചു തരാം. അങ്ങനെ ഭീകരമായുള്ള കൊടുംഭീകര ഓഫറുകൾ അങ്ങോട്ട് കൊടുക്കും. ആ ഓഫറിൻ്റെ പേരിലാണോ എന്ന് അറിയില്ല. പ്രേമലോലി വിചാരിക്കുന്ന പെൺകുട്ടി വരികയും നിങ്ങളുമായി സ്വൈരവിഹാരമൊക്കെ നടത്തുകയും ശാരീരികമായ പ്രക്രിയകളൊക്കെ നടക്കുകയും ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലാവും ഇതൊന്നും നടപ്പുവശമല്ല, ശാരീരിക പ്രക്രിയ മാത്രമേ നടക്കുന്നുള്ളൂ, ഇവൻ നൈസായിട്ട് നമ്മളെ തേച്ചിരിക്കുകയാണെന്ന് മനസ്സിലാവും. അവൾ തിരിച്ചു ചോദിക്കും, എന്നെ വിവാഹം കഴിക്കുന്നില്ലേ, അല്ലെങ്കിൽ എൻ്റെ ചാൻസ് എവിടെയെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവൻ കൈമലർത്തും. ഓഫർ ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ദേഷ്യമാവുകയും അവൾക്ക് അവിടെ മുന്നിൽ നിയമം തുറന്നു കിടപ്പുണ്ട്. അവൾ പുതിയ 69 BNS പ്രകാരം നിങ്ങൾക്കെതിരെ വിവാഹ വാഗ്ദാനം നൽകി എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു വകുപ്പ് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി കയറി ഇറങ്ങി ശിഷ്ടകാലം കഴിയേണ്ടി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചതാണ്, വിവാഹിതയായ ഒരു സ്ത്രീ, ഹസ്ബൻഡ് ഗൾഫിൽ എന്തോ ആണ്, 2 കുട്ടികളൊക്കെ ഉണ്ട്, നാട്ടിലുള്ള ഒരുത്തരുമായിട്ട് പ്രേമത്തിലായി.
അവർ തമ്മിൽ ഒന്നിച്ച് ഹസ്ബൻഡ് ഗൾഫിലാണ്. ഇപ്പോൾ ഈ ചെറുക്കനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം തരപ്പെടുത്താൻ പറ്റുമെന്നാണ് ചോദിച്ചാണ് വിളിച്ചത്. എനിക്ക് ചിരി വന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം, വിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകുക? ഈ ഒരു കേസുമായിട്ട് പെൺകുട്ടി വരുമ്പോൾ ദേവി നമ്മുടെ സിസ്റ്റം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓൾറെഡി അവർ വിവാഹിതയാണ്, അവർക്ക് വേറൊരു പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ചൂടെ അതെങ്ങനെയാണ് വിവാഹമാകുക? അങ്ങനെ വിവാഹം നടന്നു കഴിഞ്ഞാൽ അത് ബൈഗമി, ബഹുഭാര്യത്വം അല്ലെ ബഹുഭർത്തത്വം ആയില്ലേ? സ്ത്രീയോ പുരുഷനോ മറ്റൊരുത്തൻ്റെ ഭാര്യയോ ഭർത്താവോ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ സിസ്റ്റം? അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ, ഇത്തരം കേസുകളൊക്കെ കോടതിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 8 നില പൊട്ടിപ്പോകും. കാരണം കോടതി ഈ ചോദ്യം ചോദിക്കും, നിങ്ങളൊരു ഭാര്യയല്ലേ, അല്ല നിങ്ങളൊരു ഭർത്താവല്ലേ, നിങ്ങളെങ്ങനെയാണ് അയാൾ നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ അതിൽ പെടുക? നിങ്ങൾക്കൊരു ഭാര്യയാണെന്നോ ഭർത്താവാണെന്നോ അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബ അടിക്കേണ്ടി വരും, കേസ് അവിടെ തീരും. പക്ഷേ കേസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വരുന്നത് ഈ മാപ്രകളോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മഞ്ഞപത്രങ്ങളോ കാണുകയില്ല. നിങ്ങൾ അകത്താവുന്നത് മാത്രമേ ഇവരൊക്കെ അറിയുകയുള്ളൂ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതം ഈ ഒറ്റ കേസോടുകൂടി കോഞ്ഞാട്ടയാവും. മരണം വരെ നിങ്ങൾ പീഡകൻ അങ്ങനെയുള്ള പേരിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. പിന്നെ പരമാവധി ആർക്കും ഓഫർ കൊടുക്കാതിരിക്കുക. ആദ്യം തന്നെ കാര്യം പറഞ്ഞേക്കുക, കഴിയുമെങ്കിൽ രേഖാമൂലം തന്നെ അതൊരു വീഡിയോ രേഖയായിട്ടൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുക. നിങ്ങൾ പരസ്പര സമ്മതപ്രകാരമാണ്, ഒരു ഓഫറുകളും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് കൂടെ നിൽക്കുന്നതെന്ന് എഴുതി വെച്ചേക്കുക. നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്താൽ അത് നിൽക്കുകയില്ല. എന്താണ്, ഒരു നിങ്ങൾ ഒരു കേസ് കൊണ്ട് കൊടുക്കുകയാണ്, എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ആ കേസ് പോലീസ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടുത്താൽ തന്നെയും ഇത് തന്നെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് പരമാവധി ഓഫറുകൾ കൊടുക്കാതിരിക്കുക. ഏറ്റവും ബെസ്റ്റ് കാര്യം ഇതൊക്കെ തന്നെയാണ്. പിന്നെ അടുത്ത സുപ്രധാനം ഒരു കാര്യമാണ്, പലതും വള്ളിക്കെട്ടുകളായി മാറുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണ് ഈ വള്ളിക്കെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബന്ധം തുടങ്ങി കഴിയുമ്പോൾ, ഇപ്പോൾ ചിലപ്പോൾ അത് മിക്ക ബന്ധങ്ങൾ നടക്കുന്നത് ഈ ഓൺലൈൻ വഴിയാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ വഴി രണ്ടുപേരും പരിചയപ്പെടുന്നത്. രണ്ടുപേരെ കുറിച്ച് രണ്ടുപേർക്ക് യാതൊരു അറിവും ഉണ്ടാവുകയില്ല. പ്രേമമായി സംസാരമായി ചക്കരേതാരെ കൊടുക്കുന്നു. തൻ്റെ ഭർത്താവ് തരാത്ത നല്ല വാക്കുകൾ ഒക്കെ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ തരുന്നു, അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തരാത്ത നല്ല വാക്കുകളൊക്കെ ഇപ്പുറത്തിരിക്കുന്ന ആൾ തരുന്നു. ഇടയ്ക്ക് ആ ബന്ധം അങ്ങോട്ട് സ്ട്രോങ് ആയി കഴിയുമ്പോൾ ഒരു ദിവസം ഭാര്യയോ അല്ലെങ്കിൽ പറഞ്ഞ കാമുകനോ കാമുകിയോ പറയുകയാണ്, അതേ എന്നെ കെട്ടിയേ പറ്റുള്ളൂ, എനിക്ക് നിങ്ങളോടൊപ്പം ജീവിച്ചേ പറ്റുള്ളൂ. സത്യത്തിൽ രണ്ടുപേരും കണക്ട് ആയത് ഒരു ചെറിയ ലസ്റ്റ് ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ കാര്യം വള്ളിക്കെട്ടായെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുമ്പോൾ ഒഴിവാക്കാൻ പല ശ്രമങ്ങൾ നടത്തും. നടപ്പുവശം വരുമ്പോൾ അവസാനമാണ് ഈ കഷായം, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ മുഖത്തേക്ക് ആസിഡ് എറിയുക, തട്ടിയിട്ട് സെപ്റ്റിക് ടാങ്കി കളയുക എന്ന കാര്യത്തിലേക്ക് എത്തുക. അതായത് ഈ പരിപാടി തുടങ്ങാൻ നേരത്ത് നിങ്ങൾ തമ്മിൽ കമ്മിറ്റ്മെൻറ്റുകളൊന്നുമില്ല, ഒരു ഉറപ്പുമില്ല, രണ്ടുപേരും തമ്മിൽ ശാരീരികമായിട്ട് പങ്കെടുത്തു. അത് കഴിഞ്ഞാണ് പറയുന്നത്, എന്നെ നീ കെട്ടിയേ പറ്റുള്ളൂ, നിന്നെയും കൊണ്ടേ ഞാൻ പോവുകയുള്ളൂ. ഈ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും കൊലപാതകങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഊരുവാൻ വേണ്ടിയാണ് പലപ്പോഴും പല കേസുകളിലും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾക്ക് നിൽക്കുക. കാര്യം രണ്ടുപേരും ശാരീരികമായിട്ടൊക്കെ പങ്കെടുത്തു, ആദ്യം അവർ ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുകളിലേക്ക് നീങ്ങിയാൽ ഉറപ്പായിട്ടും അത് ജീവൻ പോകുവാനുള്ളൊരു കളിയാണെന്ന് കാമുകനും കാമുകയും മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ശാരീരികമായിട്ട് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, മനുഷ്യൻ്റെ ഏറ്റവും ഇൻഡീഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബ്രോത്തൽ ഹോംസുകളുണ്ട്. ഇന്ത്യയിൽ അത് അംഗീകാരമില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ കാമാത്തിപ്പുര പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അൺഓതറൈസ്ഡ് ആണ്. കേരളത്തിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മസാജിങ് സെൻ്ററുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ല, ഭയന്നിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് തലവെച്ച് കൊടുത്താലും ഒരു റെയ്ഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അകത്താവും. അത് പറയാൻ പോലും നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യത്തിൽ ഈ വികസിത രാജ്യങ്ങളെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പിടിച്ചു നിർത്തുവാൻ പറ്റുന്നതൊന്നുമല്ല. നിയമം കൊണ്ടോ പേടിപ്പിച്ചോ മനുഷ്യൻ്റെ ലാസ്റ്റിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതൊക്കെ നടപ്പിലാക്കുവാനുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ലിമിറ്റഡ് രീതിയിൽ ഉള്ള ഒരു ബ്രോത്തൽ ഹോംസുകൾ വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിഭാഷകൻ നിലയ്ക്കുള്ള നിരീക്ഷണം. അത് നടപ്പിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഒളിച്ച് ഇക്കാര്യങ്ങൾക്ക് പോകുവാനും തെളിച്ചത്ത് എല്ലാവരെയും തെറി വിളിക്കുവാനാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇഷ്ടം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്നെ തെറി വിളിക്കാറ്, കാരണം അത് വിളിച്ചതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തൊരു കാര്യം സുപ്രധാനമായിട്ടും പല ചെറുപ്പക്കാരും പെടുന്നൊരു കാര്യമാണ്. ഇൻസ്റ്റയിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒക്കെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവിടെ ആധാർ കാർഡ് കൊണ്ടൊന്നുമല്ല ഇരിക്കുന്നത്. അവൾ പറയും എനിക്കിപ്പോൾ 22 വയസ്സായി അല്ലെങ്കിൽ 30 വയസ്സായി എന്നൊക്കെ പറഞ്ഞായിരിക്കും പരിചയപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഇറങ്ങി വരാൻ പറയുന്നു, രണ്ടുപേരുടെ പോകുന്നു, ഏതെങ്കിലും റൂം എടുത്ത് എല്ലാ കർമ്മങ്ങളും കഴിയുമ്പോഴാണ് അറിയുന്നത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. പണിവാളി, നിങ്ങൾ പെൺകുട്ടിയുടെ പെർമിഷനോട് കൂടിയാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ അത് പോക്സോ, അതായത് നമ്മളുടെ പ്രൊട്ടക്ഷൻ ചൈൽഡ് ആക്ടിൽ വരും, നിങ്ങൾ പെടും.
അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആരെന്ന് പറയാതിരിക്കുകയായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ പെൺകുട്ടി അപ്പം തന്നെ കൈയൂരും, എൻ്റെ ആ ചേട്ടൻ ഇങ്ങനെ ഇത് കൊണ്ടുപോയെന്ന് പറയും. മിക്ക കേസുകളും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലാണ്ട് പെർമിഷൻ ഇല്ലാതൊന്നുമല്ല, അങ്ങനെയാണ് പണി പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ പ്രായവും അയാളുടെ സ്റ്റാറ്റസും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിൽ പോയി പെട്ടുകൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ അല്പസുഖത്തിന് വേണ്ടി ഇറക്കി തിരിച്ചിട്ട് കുടുംബജീവിതം മുഴുവൻ കോഞ്ഞാട്ടയാകുമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഈ കൊച്ചിയിൽ ഷുഗർ ഡാഡി കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടത്. എന്താണ് ഷുഗർ ഡാഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചിയിലെ വിദൂര സ്ഥലങ്ങളിൽ വന്ന് താമസിക്കുന്ന പെൺകുട്ടികൾക്ക് വേറെ കാമുകന്മാരൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ സാമ്പത്തിക ആവശ്യമൊക്കെ നടത്തുവാനായിട്ട് ചിലപ്പോൾ ആ കാമുകരെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. ഇത്തരം ഘട്ടങ്ങളിൽ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ഒരു കോൺസെപ്റ്റ് അത്രേ ഷുഗർ ഡാഡി. അതായത് പ്രായമുള്ള ഒരാൾ, അവരുടെ കാമുകൻ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു എന്താണ് പറയുക, കൂടെ ഒരാളായിട്ടുണ്ടാവും. അയാളുടെ ചില ആവശ്യങ്ങളൊക്കെ പെൺകുട്ടി സാധിച്ചു കൊടുക്കണം. അതനുസരിച്ചിട്ട് ആ പെൺകുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും അയാൾ സാമ്പത്തികമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. വല്ലപ്പോഴും ഒക്കെ ഒന്ന് അയാളുടെ ചില ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നടത്തുന്നത് ഷുഗർ ഡാഡി. ഒരുപാട് ഷുഗർ ഡാഡിമാർ കൊച്ചിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ഫ്ലാറ്റുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമൊന്നുമില്ല, ചെല്ലുന്നു, അയാളുടെ അത്യാവശ്യകാരനൊക്കെ സഹായിച്ചു കൊടുക്കുന്നു, കാശ് മേടിച്ചുകൊണ്ട് പോകുന്നു, സ്വസ്ഥം സുഖം, അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയല്ല. വളരെ കുറച്ച് പെൺകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ. ബാക്കിയുള്ളതൊക്കെ നല്ല കുടുംബസ്ഥരായി നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുവാൻ പോകുന്ന പെൺകുട്ടികൾ തന്നെയാണ്. പക്ഷേ ഒരു വിഭാഗം പെൺകുട്ടികൾ ഇത്തരത്തിലുണ്ട്, നിങ്ങളെ ചതിക്കുവാൻ ഹണി ട്രാപ്പുമായിട്ട് ഒതുക്കി ഇരിപ്പുണ്ടെന്ന് പുരുഷന്മാർ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ അങ്ങോട്ട് തലവെച്ച് കൊടുത്താൽ മാത്രമേ നിങ്ങളെ ആരെങ്കിലും പെടുത്തുകയുള്ളൂ, അല്ലാണ്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളെ ആരും പെടുത്തില്ല. സംഭവം ശരിയാണ്. നമുക്കിവിടെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ട്. നമുക്കിപ്പോൾ വിദേശത്ത് തായ്ലൻഡിലോ മറ്റേടത്തോ പോയി നമ്മുടെ ഇത്ര ആവശ്യങ്ങൾ സാധിക്കാനും കഴിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ബ്രോത്തൽ ഹോംസുകളില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലം കണ്ടെത്തി കഴിയുമ്പോൾ എളുപ്പ വഴി ഇതാണ്. കാശ് ചെലവില്ലാണ്ട് നമ്മുടെ ലൈംഗിക ആവശ്യങ്ങൾ നടത്താൻ ഏറ്റവും പറ്റിയ പരിപാടി ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെ ആളെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം ഇതാണ്, അല്പസുഖം പിന്നീട് ജീവിത നഷ്ടമുണ്ടാകും. അവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വരുന്ന കുറേയേറെ കേസുകളിലേക്കാണ് നിങ്ങൾ ചെന്നപ്പെടുന്നത് എന്ന് ആലോചിച്ചിട്ടിരിക്കുക. റേപ്പ് വരെ വരാവുന്ന കേസുകളാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പുരുഷന്മാരോട് നിങ്ങളുടെ ലസ്റ്റ് നിയന്ത്രിക്കുവാൻ പറയാൻ ഞാൻ ആളല്ല. അതിനുള്ള വഴികൾ കണ്ടെത്തുമ്പോൾ വളരെ സേഫായിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെന്ന് പെടുവാൻ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. കാരണം നിയമങ്ങൾ നിങ്ങൾക്ക് എതിരാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു. വാലന്റൈൻ ഡേയ്സ് കഴിഞ്ഞ് അടുത്ത നവംബർ 14 കുട്ടികളുമായി നിങ്ങളെ അന്വേഷിച്ച് വരാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്.